ഭക്തിപൂർവം നമുക്ക് ഈ ബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാൻ ഞങ്ങളെ വിളിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ഓർമ്മയാചരിച്ചുകൊണ്ട്
ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 34-ാം അധ്യായം 28 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മോശ 40 പകലും 40 രാവും കർത്താവിനോട് കൂടെ അവിടെ ചിലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹരോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കുവാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹരോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു വന്നു. സീനായ് മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. അവൻ കർത്താവിനോട് കൂടെ സംസാരിക്കുവാൻ തിരുമുൻപിൽ ചെന്നപ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കുവാൻ അകത്ത് പ്രവേശിക്കുന്നതുവരെ മോശ മുഖം മറച്ചിരുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. അംബരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും രക്ഷയും ശരണവും ഞങ്ങളിൽ ഫലമണിയുന്നതിനും
നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരി, വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിനുള്ള വായന 11-ാം അധ്യായം 33 മുതൽ 12-ാം അധ്യായം 2 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം! അവിടുത്തെ വിധികൾ എത്ര ദുർജയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാര്? അവിടുത്തേക്ക് ഉപദേഷ്ടാവായത് ആര്? തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുത്തവനാര്? എന്തെന്നാൽ എല്ലാം അവിടുന്നിൽ നിന്ന്, അവിടുന്ന് വഴി, അവിടുന്നിലേക്ക്, അവിടത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിനെ ജെറുസലമിൽ പോയിരുന്നു. അവനെ 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്?
നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടുകൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോ മിശിഹായിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദ്യമേ നമ്മളുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ തിരുനാളിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഇവിടെ കൂടിയിരിക്കുന്നവർക്കും ഈ ഇടവകയിലുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടുകൂടെ നേരുകയാണ്. നമുക്കറിയാവുന്ന പോലെ ആണ്ടുവട്ടത്തിലെ ഏറ്റവും പ്രധാന ദിവസം അതാണ് പെരുന്നാൾ, തിരുനാൾ, മഹാമഹം എന്നറിയപ്പെടുന്ന ഈ ദിനം. തിരുനാളെന്ന് പറഞ്ഞാൽ വലിയ ദിവസം, തിരുനാളെന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദിവസം, പെരുന്നാളെന്ന് പറഞ്ഞാൽ വലിയ ദിവസം, മഹാമഹം എന്ന് പറഞ്ഞാൽ ആഘോഷമായ ബലിയുടെ ദിവസം. എന്തിനു വേണ്ടി കാർന്നോന്മാർ ഈ തിരുനാൾ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്, ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ. ഒപ്പം അടുത്ത ഒരു വർഷത്തെ മുഴുവൻ കുടിവെച്ച പുണ്യവതിയുടെ മാധ്യസ്ഥം വഴി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാനാണ് തിരുനാൾ ദിനം. ഒരു തിരിഞ്ഞു നോട്ടവും ഒരു മുന്നിലേക്കുള്ള നോട്ടവുമാണ് തിരുനാളിൻ്റെ ആകെത്തുക. ഈ തിരുനാൾ ദിവസം ഒന്ന് കഴിഞ്ഞൊരു വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുക, ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുക. കാരണം ഒരു തിരുനാൾ കൂടെ കാണാൻ എനിക്കും നിങ്ങൾക്കും ജീവിതം അനുഭവിച്ചത് ദൈവമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രായക്കാർ, എൻ്റെ പ്രായക്കാർ പോലും ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ഡെയിലി. കാരണം ജീവിതമാണ് സമയം, സമയമാണ് ജീവിതം. തീർച്ചയായും ഈ തിരുനാൾ ദിവസം പുറകിലേക്ക് നോക്കുന്നതോടൊപ്പം അടുത്തൊരു വർഷത്തെ നമ്മുടെ ആകുലതകളും നമ്മുടെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇതാണ് തിരുനാളിൻ്റെ രണ്ട് പ്രധാന തലങ്ങളെന്ന് പറഞ്ഞുവെന്ന് മാത്രം. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തിനു വേണ്ടി തിരുനാൾ ആചരിക്കുന്നു? തിരുനാളുകൾക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് അതതിൻ്റെ ആധ്യാത്മിക തലമാണ്. രണ്ട്, നമ്മൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭൗതികമായ തലമുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾക്കറിയാം, 2 ദിവസമായിട്ട് വീടുകൾ മുഴുവൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. പള്ളിയിലുള്ളതിനേക്കാൾ കൂടുതൽ ആഘോഷം വീടുകളിലുണ്ട്. അങ്ങ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നല്ല, ഞാൻ 2:30 വരെ എവിടെയൊക്കെയാണ് പടക്കം പൊടുന്നത് നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. നല്ല രസമാണ് അല്ല, ഇങ്ങനെ ലക്ഷങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, ആഘോഷങ്ങളൊക്കെ വേണം നമുക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വാചകം, എനിക്കിഷ്ടപ്പെട്ട ഒരു വാചകം ഞാൻ സൂചിപ്പിക്കാറുണ്ട്. സെലിബ്രേഷൻസ് ആർ ജസ്റ്റിസ് ടു ലൈഫ്. ജീവിതത്തോട് നമ്മൾ കാണിക്കുന്ന വലിയ നീതിയാണ് ആഘോഷിക്കുക എന്നുള്ളത്. ബട്ട് ദർ ഷുഡ് ബി ലൈഫ് ടു സെലിബ്രേറ്റ്. ജീവിതമുണ്ടാകണം ആഘോഷിക്കാൻ. ആഘോഷങ്ങളിടയിൽ ജീവിതങ്ങൾ മറന്നു പോകുമ്പോഴാണ് ആഘോഷങ്ങൾ ആർഭാടങ്ങളാകുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തിരുനാളുകൾ ആർഭാടങ്ങളായി പോകാതിരിക്കാൻ ചില നിർദ്ദേശങ്ങളൊക്കെ അച്ഛൻ വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3-4 വർഷമായി മനോഹരമായി മറ്റ് ഇടവക്കാർക്ക് മാതൃകയാവുന്ന രീതിയിൽ യൂണിറ്റുകളും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരൊക്കെ ഈ തിരുനാൾ ആചരിക്കുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ആഘോഷങ്ങൾ വേണം, പക്ഷെ അത് ആർഭാടങ്ങളായി മറ്റുള്ളവർക്ക് ശല്യങ്ങളായി മാറരുത്. ഞാനത് പ്രത്യേകം പറയുന്നത് നമ്മുടെയൊക്കെ ആഘോഷങ്ങൾ ആർഭാടങ്ങളാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആഘോഷങ്ങളുടെ സമയത്ത് ഒരുപാട് പാവപ്പെട്ടവർക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്യുന്നത്. ഇനിയും നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഭക്ഷണപാത്രങ്ങളൊക്കെ അവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള എല്ലാ പാത്രവും പുറത്തേക്ക് എടുത്ത് വെക്കുക. കാരണം ഇനിയും പാത്രങ്ങൾ ഒഴിവുണ്ട്. നമ്മുടെ നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കിയുള്ളതിൽ ഒരു പങ്ക് മാറ്റി വെക്കുക.
നമ്മുടെ ആഘോഷങ്ങളിലെ ഒരു പങ്ക് നമ്മൾ ഇന്ന് 3 സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക്, ഒന്ന് കുട്ടികൾ എയ്ഡ്സ് രോഗികളായി കിടക്കുന്ന സ്ഥാപനമുണ്ട് പെരിങ്ങണ്ടൂർ, അവർക്ക്, പ്ലസ് നിത്യരോഗികളായിട്ടുള്ളവർക്ക്. ആഘോഷങ്ങൾ ദൈവാനുഗ്രഹപ്രദമാകാൻ വേണ്ടിയുള്ള കുറുക്കു വഴികളാണ്. എന്തിനു വേണ്ടി? തിരുനാളെന്ന് വീണ്ടും ചോദിച്ചാൽ, കുടിവെച്ച പുണ്യവതി നമുക്ക് മുൻപേ പറന്നുപോയ പക്ഷിയാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സൂചിപ്പിച്ചു, നമ്മുടെ പാടത്ത് നമുക്കറിയാം, അരിമ്പൂരെ പാടങ്ങളുടെ നടുവിലുള്ള മനോഹരമായ ദ്വീപാണ്. ഈ പാടത്തേക്ക് നോക്കിയാൽ, കണ്ണു തുറന്ന് നോക്കണം, ഇടയ്ക്ക് എന്നെ ഒത്തിരിയേറെ കൗതുകപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് കുട്ടിക്കാലത്ത് ഏനാമോ പാടത്തിരുന്ന് ഈ പക്ഷികൾ പറന്ന് നോക്കണ കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ ബോധം ഉദിച്ചപ്പോഴാണ് മനസ്സിലായത്, നിങ്ങൾ പറയും ചില ബോധം ഇപ്പോഴും ഇല്ല എന്ന്, കുഴപ്പമില്ല, ബോധം ഉദിച്ചുള്ള മനസ്സിലായത് എത്ര അകലെയാണ് പക്ഷികൾ പറന്ന് വരുന്നത്. ദേശാടന കിളികൾ എത്ര കിലോമീറ്ററാണ്, ഒരു മടുപ്പും അവർക്കില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ മുന്നിൽ ഒരു പക്ഷി ഉണ്ടാവും, എന്നിട്ട് അവർ വി ഫോർമേഷൻ എടുക്കും. എത്ര കാറ്റ് വന്നാലും ആ കാറ്റിനെ മുഴുവൻ എതിർക്കുന്നതും അല്ലെങ്കിൽ കാറ്റിനെ മുഴുവൻ തുളച്ചു കയറുന്നതും മുന്നിൽ നിൽക്കുന്ന ലീഡറാണ്. ബാക്കിയുള്ളവർ വി ഫോർമേഷനിലാണ്. അപ്പം എന്തായി? ബാക്കിയുള്ളവർക്കൊക്കെ റെസിസ്റ്റൻസ് കുറയും, കാറ്റിൻ്റെ ഉപരോധം കുറയും. ഇനി എങ്ങാനും ലീഡർ ക്ഷീണിച്ചാൽ ആ ലീഡർ മാറി അടുത്ത ആൾ ലീഡറായിട്ട് വരും. നിങ്ങൾ പാടത്തേക്ക് നോക്കുക, കിലോമീറ്ററോളം ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ദേശാടന കിളികൾ പറക്കുന്ന അങ്ങനെയാണ്. വിശുദ്ധർ ഇതുപോലെ മുന്നേ പറന്നുപോയ പക്ഷിയാണ്. എന്തിനു വേണ്ടി? നമുക്ക് മാതൃക കാണിക്കാൻ. എന്തിനു വേണ്ടി? വിശുദ്ധി നമുക്കും സാധ്യമായ ഒരു അവസ്ഥയാണ്. നമ്മുടെയൊക്കെ വിചാരം ഇവരൊക്കെ ദൈവം ഭൂമിയിലേക്ക് കെട്ടിയിറക്കിയ ആൾക്കാരാണ്. അല്ല, നമ്മളെപ്പോലെ ചോരയും നീരുമുള്ള മനുഷ്യരായി കുടുംബങ്ങളിലും ആശ്രമങ്ങളിലും ജീവിച്ച് വിശുദ്ധി എനിക്കും കൂടെ സാധ്യമായ ഒരവസ്ഥയാണെന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ 2 പുണ്യാത്മാക്കളെയാണ് നമ്മൾ ഓർക്കുക. വിശുദ്ധി നമുക്കും സാധ്യമാണ്. കൊച്ചിരേശ പുണ്യവതിയുടെ ജീവിതം, ആദ്യം പട്ടം കിട്ടിയ പള്ളി ഒളരിപ്പള്ളിയാണ്, കൊച്ചിരേശ പുണ്യ പള്ളിയാണ്. അന്നു മുതലും ഡീപ്പായി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പുണ്യവതിയെക്കുറിച്ച്. ഈ പുണ്യവതിയുടെ നാട്ടിൽ ചെല്ലുമിട്ട് 1-2 ദിവസം താമസിച്ചപ്പോഴും ഞാൻ വിശുദ്ധയുടെ അന്തസത്തയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒറ്റ കാര്യമാണ് വിശുദ്ധയുടെ ജീവിതം, അതിൽ നിന്ന് ഞാൻ ഇപ്പോഴും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ പറയും, സ്നേഹമാണ് എൻ്റെ ദൈവവിളി, സ്നേഹിച്ചാൽ എല്ലാം സുന്ദരമാണ്. നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കാനുള്ള ഒരു കുറുക്കു വഴി കണ്ടെത്തിയത് കൊണ്ടാണ് സഭ ഈ വിശുദ്ധയെ വേദപാരംഗതയായി വളരെ ചെറുപ്പത്തിൽ തന്നെ ആശ്രമത്തിൻ്റെ 4 കെട്ടുകൾക്കുള്ളിൽ കിടന്ന ഒരു കന്യകാസ്ത്രീയെ സഭയുടെ മുഴുവൻ വേദപാരംഗതയായി പ്രഖ്യാപിക്കാനുള്ള കാരണം ബൈബിളിലെ ഏറ്റവും അർത്ഥവത്തായ ഒരു കൊച്ചു സന്ദേശം, എനിക്ക് നിങ്ങൾക്കും ജീവിതം കൊണ്ട് എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്ന സന്ദേശം. ഏതൊരു ജീവിത സാഹചര്യത്തെയും ഏതൊരു വ്യക്തികളെയും സ്നേഹിച്ചാൽ എൻ്റെ ജീവിതം സുന്ദരമാകും, അവരുടെ ജീവിതത്തേക്കാൾ അപ്പുറത്ത്. ഞാൻ ഇന്നും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈബിൾ പണ്ഡിതന്മാരുടെ കോൺഫറൻസിൽ ഒരു ചോദ്യം ഉയർന്നു, ബൈബിളിൽ എല്ലാ പുസ്തകങ്ങളും കൂടെ ഒറ്റ വാക്കിൽ ഒതുക്കാവോ? ഒരു കൊച്ചു പണ്ഡിതൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇതിന് ചർച്ചയൊന്നും വേണ്ട, ഗോഡ് ഈസ് ലവ്. 1 യോഹന്നാൻ 4:8 പറഞ്ഞത് കർത്താവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്ന യോഹന്നാൻ സ്ലീഹയാണ്. ഈ സ്നേഹത്തെക്കുറിച്ചാണ് കൊച്ചിരേശ പുണ്യയുടെ ജീവിതം മുഴുവൻ നമുക്ക് കാണിച്ചു തരുന്നത്. വീണ്ടും വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊച്ചിരേശ പുണ്യയുടെ ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു അനുഭവം ഉണ്ടായത്. ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളിത് മറന്നു പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുകയാണ്. ഒരു പള്ളി പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ സങ്കീർത്തി വന്നു, ഒരു ക്ലാസ്മേറ്റ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു, അച്ഛാ എന്നെ ഓർമ്മയുണ്ടോ? ഒരു കുട്ടിയും കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പള്ളിയിൽ കുർബാന തുടങ്ങി അപ്പം തൊട്ടേ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെന്നെ നോക്കി ചിരിയോട് ചിരിയാണ്. ഇപ്പോഴല്ല കേട്ടോ, 10-15 കൊല്ലം മുന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടെന്നാണ് തോന്നുന്നത്. ചുമ്മാ എല്ലാ അധ്യാപകരും അച്ഛന്മാരും സിസ്റ്റേഴ്സും വെറുതെ പറയുന്നതാണ് അല്ലേ നിങ്ങളോ? പിന്നെ ഇത്രയും പേർ ആൾക്കാർ ഓർത്തിരിക്കാൻ എളുപ്പമൊന്നുമല്ല. ഇപ്പം ഇടവകയിലിരിക്കുമ്പോൾ ഇടവക്കാർ ഓർക്കും, മാറിക്കഴിയുമ്പോഴോ തലയിൽ നിന്ന് പല ഫയലുകളും ഡിലീറ്റ് ചെയ്ത് കളയും, ഇല്ലെങ്കിൽ അടുത്ത ഡാറ്റ കയറില്ല. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അവൾ പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിച്ചു, ഡിയെ നിൻ്റെ കയ്യിലുള്ള കൊച്ചിന് എത്ര കിലോ ഭാരമുണ്ട്? 12.5 കിലോ ഭാരമുണ്ട്. ഈ കൊച്ചിനെ എടുത്ത്
രണ്ടര മണിക്കൂർ തിരുനാൾ കുർബാനയും പ്രദക്ഷിണം കഴിയുന്നവരെ നിനക്കൊരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല അച്ഛാ, എൻ്റെ കൊച്ചല്ലേ. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഒന്നുകൂടെ ആവർത്തിക്കുക. ഉടനെ ഞാൻ പറഞ്ഞു 12 കിലോ ഭാരമുള്ള കരിങ്കൽ എടുത്ത് തലയ്ക്ക് വെച്ച് തരാം, അല്ലെങ്കിൽ ഒക്കത്ത് വെച്ച് തരാം. എന്ത് ചെയ്യും? എടുത്ത് അച്ഛൻ്റെ തലയ്ക്കെടുത്തെറിയും. എന്തിന്? രണ്ടിനും 12 കിലോ ഭാരമേ ഉള്ളൂ. പക്ഷെ എന്താണ് ഒരു അമ്മ കൊച്ചിനെ ഇത്രയും നേരം എടുത്തു നിന്നിട്ടും അമ്മയ്ക്ക് കാലിനോ കയ്യിനോ ക്ഷീണമില്ലാത്തത്? ഒരു രാത്രി മുഴുവൻ പണിയെടുത്തിട്ടും ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരും ഒരു കുഴപ്പവുമില്ലാതെ രാവിലെ 5 മണിയാകുമ്പോഴേക്ക് എഴുന്നേൽക്കുന്നു. എന്തുകൊണ്ടാ? പല അപ്പന്മാരും രാത്രിയിലും പകലും അധ്വാനിച്ച് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വിയർപ്പൊഴുക്കുന്നത് എന്തുകൊണ്ടാ? കൊച്ചുരസ്മണി ജീവിതം എന്നെ പഠിപ്പിക്കും, ഉള്ളിൽ ഇഷ്ടമുണ്ടായാൽ എല്ലാം സുന്ദരമാണ്, ഇഷ്ടം പോയാലോ എല്ലാം കുരിശാണ്. ഈ ഒരു ചിന്ത മാത്രം ഓർത്തിരിക്കുക. എൻ്റെ ജീവിതം സുന്ദരകരമാകണമെങ്കിൽ, എൻ്റെ ജീവിതം വിശുദ്ധമായി സന്തോഷത്തോടുകൂടെ കൊണ്ടു നടക്കണമെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തിയേക്കരുത്. ആരെയും സാഹചര്യങ്ങളെയും വ്യക്തികളെയും കുറ്റപ്പെടുത്തി നിരാശരായിട്ട് യാതൊരു കാര്യവുമില്ല. ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അവരെ അങ്ങ് സ്നേഹിക്കുക. സ്നേഹിച്ചാൽ മുട്ടുമടക്കാത്ത ഒരു വ്യക്തികളെയും ഒരു സാഹചര്യങ്ങളെയും ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നില്ല. കൊച്ചുരസ്മണോദിയുടെ ഈ ഒരു ജീവിതപാഠം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഓർക്കുക, നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്നത് ഒരു ഊർജമാണ്. ആ ഊർജത്തിന് പേരുണ്ടെങ്കിൽ അതിനെ വിളിക്കേണ്ടത് ദൈവമെന്നാണ്. പക്ഷെ ഞാനതിനെ യോഹന്നാൻ ശ്ലീഹ വിളിക്കുന്ന പോലെ വിളിക്കും, അത് സ്നേഹമാണ്. കാരണം എന്തെന്നറിയോ? ഇഷ്ടം കൂടിയാൽ ചലനം കൂടും. ഉദാഹരണം, കെട്ടിയോളെ കാണാൻ ഇഷ്ടം കൂടിയാൽ എന്തൊരു വേഗത്തിലെ വീട്ടിലേക്ക് വരിക. നിങ്ങളെക്കുറിച്ചല്ല കേട്ടാ, പൊതുവേ അല്ലേ, കല്യാണം കഴിഞ്ഞ സമയങ്ങളിൽ കെട്ടിയോളെ കാണാൻ കെട്ടിയോനെ കാണാനൊക്കെ എന്തൊരു ധൃതിയായിരുന്നു. എവിടേക്കെങ്കിലും പോയാൽ ഓടിയെത്തും. ഇപ്പോഴോ ശല്യം, ഇനി വീട്ടിൽ പോകണമല്ലോ, ഇവിടെയുള്ളവരല്ല കേട്ടാ അല്ലേ. ഇനിയിപ്പോൾ നിങ്ങളോ ബാക്കിയുള്ള സ്ത്രീകൾ ദേ ഇനി വരും ഈവനിങ് ആകുമ്പോൾ ഒരാൾ അല്ലേ. എന്തുകൊണ്ടാ? ഇഷ്ടം കൂടിയാൽ കാലിൻ്റെ ചലനങ്ങൾ കൂടും, ധൃതി കൂടും, തിടുക്കം കൂടും. അപ്പോൾ ജീവിതം കുറേ കൂടെ ക്രിയാത്മകമാകും. എന്തിലും ഏതിലും ഇഷ്ടം കൂടിയാൽ ഒരിക്കലും നമ്മുടെ ശരീരങ്ങൾ ക്ഷീണിക്കില്ല. എത്ര രാത്രിയും പകലും പണിയെടുത്താലും ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലോ ചലനം വളരെ ഫാസ്റ്റായി വളരെ തിടുക്കത്തിൽ മുന്നോട്ട് പോകും. അതൊരു ഉദാഹരണം പരിശുദ്ധ അമ്മയാണ്. അമ്മ ഗർഭം ധരിച്ചു കഴിഞ്ഞ് ബൈബിൾ എഴുതുന്നു, തിടുക്കത്തിൽ അവൾ ഇറങ്ങി ഓടി. എന്തുകൊണ്ട് തിടുക്കമുണ്ടായത്? പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ സ്നേഹം തന്നെയായ യേശുനാഥൻ ഗർഭം ധരിക്കപ്പെട്ടു. ഇനി അവൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. പൗലോസ് പറയും, ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നത് വരെ നമ്മൾ മീറ്റുനോവ് അനുഭവിക്കണം. ക്രിസ്ത്യാനികളായിട്ട് കുറേ വർഷമായി അല്ലേ, വളരെ പാരമ്പര്യമുള്ള ഇന്ന തറവാട്ടിലെ എറവിലെ ഇന്ന കുടുംബമാണെന്ന് പറയാൻ ഞാനും നിങ്ങളുമൊക്കെ തത്രപ്പെടുമ്പോൾ ഓർക്കുക, ഈ ക്രിസ്ത്യാനിയുടെ ഈ സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രം എത്രമാത്രം നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ തിരുനാളിലെ ഈ പുണ്യവതി പഠിപ്പിക്കുന്ന ഈ ഒരു ജീവിത ശൈലി, കുറുക്ക് ശൈലി നമുക്ക് ഏറ്റെടുക്കാം. സാഹചര്യങ്ങൾ ഇഷ്ടപ്പെടുക, വ്യക്തികളെ ഇഷ്ടപ്പെടുക, ജീവിതം സുന്ദരമാകും, സന്തോഷദായകമാകും. അങ്ങനെ ദൈവസന്നിധിയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നടക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്നേറ്റ് പറയാം. ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിനീതരായ ആട്ടിടയരെയും വിജ്ഞാനികളായ രാജാക്കന്മാരെയും ദിവ്യ ശിശുവിന്റെ സവിധത്തിലേക്ക് നയിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്റെ തിരുക്കുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്ര മാത്രം സ്നേഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദാസന്റെ രൂപം ധരിച്ച് കാലിൽ തൊഴുത്തിൽ പിറന്ന ദിവ്യസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധാവ് മാർ ലിയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായെയും
മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നമുക്ക് മൗനമായി നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും നമുക്ക് ഓർക്കാം. എല്ലാവരും സ്വസ്ഥമായിട്ടിരുന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ മനസ്സുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ കുടുംബം, നമ്മുടെ ഇടവക, നമ്മുടെ പുതിയ ദേവാലയ നിർമ്മാണം, അങ്ങനെ അടുത്തൊരു വർഷം ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള എല്ലാ നിയോഗങ്ങളും ഓർത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന അപ്പത്തോടും മീഞ്ഞിനോടും ഒപ്പം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഗായകസംഘത്തോട് ചേർന്ന് കാഴ്ചയർപ്പണ ഗീതം നമുക്ക് ആലപിക്കാം. താതനുമതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോർത്തിടാൻ പാവന മീ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. െല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോ സ്ഥാനത്തിൽ
ശരണം തേടുന്നു ഉത്തിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓരാൻ നിത്യം വാഴ്ത്തിടാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സഭയുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളെ പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാദ്യസ്മാരും മേജർ ബിഷപ്പ്മാരും മെത്രാപ്പൊലീത്തമാരും മെത്രമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശുദ്ധത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസരിക്കുകയും മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും ആനന്ദാപത്തോടും വിശ്വാസത്തോടും കൂടെ നിന്ന് കർത്താവിന് നന്ദി പറയും അവിടുത്തെ വിളിച്ചറിയിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരാപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കുന്നത് സൂക്ഷിക്കും. വ്യക്തമായ രഹസ്യങ്ങൾ കൂതാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും
ദേവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സ്വർലോകനാഥൻ പരിശുദ്ധൻ. മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. വിശുദ്ധ കുർബാനയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലാണ് നമ്മൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഇഷ്ടത്തോടുകൂടെ മുറിക്കപ്പെടുന്നിടത്താണ് ജീവൻ ഉണ്ടാകുക, ദിവ്യകാരുണ്യങ്ങൾ ഉണ്ടാകുക. ഓരോ കുർബാനയും നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് സ്വയം മുറിപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവനേകാൻ, അവരുടെ ജീവിതങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ ദിവ്യകാരുണ്യങ്ങളാകാൻ
ഈ കുർബാന മതി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ക്രൈസ്തവ ജീവിതവും വിശുദ്ധ കുർബാനയുടെ തുടർച്ചയാണ്. നമുക്കടച്ച് ഈ തിരുനാൾ ദിവസം നല്ല തീരുമാനങ്ങൾ എടുക്കാം. വിശുദ്ധ കുർബാന പോലെ നമ്മളായിരിക്കുന്നിടത്ത് സ്വയം വേദനകൾ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാലിയോ 14 പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ റാഫേൽ വലിയ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും മാർ ആൻഡ്രൂസ് പിതാവിന് വേണ്ടിയും മാർ ടോണി മെത്രാന് വേണ്ടിയും ഞങ്ങളിന്ന് വേർപെട്ടു പോയ മാർ ജേക്കബ് പിതാവിന് വേണ്ടിയും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമാം വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ
ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങളുടെ സ്നേഹമുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഇടവകയാകുന്ന ഈ കുടുംബത്തിന് വേണ്ടിയും നാളിതുവരെ ഞങ്ങളുടെ ഇടവ കുടുംബത്തെ നയിച്ചു കൊണ്ടിരുന്ന എല്ലാ വൈദികർക്കും കൈക്കാരന്മാർക്കും വേണ്ടിയും ഞങ്ങളുടെ പുതിയ ദേവാലയ നിർമ്മിതിക്ക് വേണ്ടിയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥം തേടി ഈ ദേവാലയത്തിൽ അണയുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും വിവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടിയും അയോഗ്യരും പാപികളുമായി ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതമടയാളത്താൽ മുദ്രിതരും വിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യം വിശുദ്ധിയുടെയും പാഠകം ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥരക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരെ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ അങ്ങേ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രങ്ങളെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ അങ്ങ് ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിൽ നിന്നും മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അടുപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നല്ല തമ്പുരാനെ ആരാധിക്കുവാനുള്ള സമയമാണ് ഇപ്പോഴ്. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ തിരുശരീരത്തോടെ നമുക്ക് എല്ലാവർക്കും പത്തങ്ങളെ സമീപിക്കാം. അനുതാപത്തോടുള്ള ശരണത്തോടെ അപരാന്ത് പിന്തിരിഞ്ഞും പാമ്പളോർച്ച് പശ്ചാത്താപിച്ചും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും അടഞ്ഞ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാനെ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും നിന്റെ ഓർമ്മ ദിനം മഹത്വപൂർണ്ണമാകുന്നു, നിന്റെ ഭരണം അതിലേറെ ധന്യമാകുന്നു. സമാധാനം വിതയ്ക്കുന്ന പ്രഘോഷകി, മഹത്വത്തിന്റെ സിംഹാസനം നിനക്ക് വേണ്ടി സജ്ജമായിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും നിന്റെ ബഹുമാനത്തിനായി അത്യുന്നതങ്ങളിൽ വിശ്രമകടം അണിയുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ സമ്പൂർണ്ണമാക്കട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി സ്വർഗരാജ്യമുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും ദേശസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പള്ളിയകത്തുള്ളവരെ നമ്മൾ പതിവ് പോലെ മുഖത്തോട് മുഖം നോക്കി നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. പന്തലുള്ളവരിലേക്ക് അച്ഛന്മാരോ സിസ്റ്റേഴ്സോ വിശുദ്ധ കുർബാനയുമായി വരുന്നതായിരിക്കും. ബലിയായി തീരുന്ന നിമിഷം ബലിവേദിയിൽ ഞാൻ ബലിയായി തീരുന്ന നിമിഷം കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ യേശുവേ നിൻ തിരുരൂപം അറിയും
ഞാൻ ബലിയായി തീരുന്ന നിമിഷം കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ യേശുവേ നിൻ തിരുരൂപം. അറിയുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ യേശുവേ നിൻ തിരുസ്നേഹം. ഈ തിരുരക്തവും ഈ തിരുമാംസവും എന്നിൽ അലിയുന്ന നിമിഷം ഈ തിരുരക്തവും ഈ തിരുമാംസവും എന്നിൽ അലിയുന്ന നിമിഷം അപരാധമേതും ക്ഷമിക്കുന്ന നാഥാ, അപരാധമേതും ക്ഷമിക്കുന്ന നാഥാ, നിന്നിൽ ഞാനണയും. ആ സ്നേഹത്തിൽ ഞാൻ വസിക്കും. ബലിവേദിയിൽ ഞാൻ ബലിയായി തീരുന്ന നിമിഷം കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ യേശുവേ നിൻ തിരുരൂപം. അറിയുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ യേശുവേ നിൻ തിരുസ്നേഹം. ഈ ബലിവേദിയിൽ ഈ തിരുവോസ്തിയിൽ എൻ നാഥനെ കാണും നിമിഷം ഈ ബലിവേദിയിൽ ഈ തിരുവോസ്തിയിൽ എൻ നാഥനെ കാണും നിമിഷം സമർപ്പണം ചെയ്യും എൻ മനം നാഥാ, സമർപ്പണം ചെയ്യും എൻ മനം നാഥാ, സ്വീകരിക്കൂ ദയവോടെ എന്നിൽ നീ വന്നു വസിക്കൂ. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടെ എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ. തിരുനാളിൻ്റെ അടുത്ത കുർബാനയാണ് ആഘോഷമായ ബലിയർപ്പണം. 10 മണിക്ക് ആരംഭിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ഡേവിസ് പുലിക്കോട്ടിൽ അച്ഛനാണ്, സീനിയറായിട്ടുള്ള അച്ഛനാണ് പാട്ടുകുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. പ്രസംഗത്തിനായിട്ട്, തിരുനാൾ സന്ദേശത്തിനായിട്ട് സഹകർമ്മിനായിട്ടുണ്ടായിരിക്കുക ബഹുമാനപ്പെട്ട കപ്പൂച്ചനച്ഛൻ, വെരി റവറൻഡ് ഫാദർ റോജർ വാഴപ്പള്ളി, ഡയറക്ടർ താവ് മിഷൻ, ഒരു TV പ്രോഗ്രാമിൻ്റെ വലിയൊരു ഡയറക്ടർ അച്ഛനാണ്. കപ്പൂച്ചനച്ഛനാണ് പ്രസംഗത്തിനായിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അച്ഛനെപ്പോഴും പറയാറുണ്ട്, തിരുനാൾ ദിവസം കുടുംബത്തിലെല്ലാവരും വിശുദ്ധ കുർബാന കണ്ടുവന്ന് കാർന്നവന്മാർ ഉറപ്പ് വരുത്തുക. തിരുനാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട
രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിൻ്റെ ആഘോഷമായ ബലിയർപ്പണമാണ്. 10 മണിത്തെ കുർബാനയിൽ നിങ്ങൾ വരണം. നിങ്ങൾ എത്തിയില്ലെങ്കിലും വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നിർബന്ധമായിട്ടും പങ്കെടുക്കാൻ പറയുക. ഒപ്പം രണ്ടാമത്തെ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് പ്രദക്ഷിണമാണ്, വിശ്വാസ പ്രദക്ഷിണം. പലപ്പോഴും ഞാൻ തൃശ്ശൂരങ്ങാടിയിലൊക്കെ കണ്ടിട്ടുള്ളത് പ്രദക്ഷിണം കുറച്ചൊരു പൊക്കോ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ നിൽക്കാം അല്ലേ, പലപ്പോഴും ഉണ്ടാകുന്നതാണ്. സ്വർഗത്തിൽ കുറച്ച് പേര് നടക്കുന്നു, കുറച്ച് പേര് പുറത്ത് നരകത്തിലിരുന്ന് പടക്കം പൊട്ടിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് വിശ്വാസ പ്രദക്ഷിണത്തിലെ ഇടവക്കാരായിട്ടുള്ള എല്ലാവരും പങ്കെടുക്കുക. ആരോഗ്യമില്ലാത്തവരെ ഇവിടെ പന്തലിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആ പ്രദക്ഷിണ വീഡിയോ ഒക്കെ കാണാം. വീട്ടിലാരും തന്നെ ഇരിക്കരുത് എന്ന കാര്യം ഓർക്കണം. ശരീരത്തിന് ആരോഗ്യമുള്ളവരെ അടുത്ത പെരുന്നാൾ കൂടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിന് നടക്കാനായിട്ട് ഇറങ്ങുക. കാരണം വർഷത്തിലൊരിക്കൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് വിശുദ്ധിയെ വണങ്ങുന്നതിൻ്റെ ബഹുമാനമായിട്ടാണ് വിശ്വാസ പ്രദക്ഷിണം നമ്മുടെ കാർന്നവന്മാരൊക്കെ സഭയിൽ തുടങ്ങിയത്. നല്ല പതിവുകൾ നഷ്ടപ്പെടരുത്. ഇത് ബൈബിൾ നമ്മൾ കണ്ടു. കർത്താവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോയി ബൈബിൾ എഴുതുന്നു, അതൊരു പതിവായിരുന്നു. അതുകൊണ്ട് നല്ല പതിവുകൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ത്യാഗമെടുത്ത് നമുക്കറിയാം 1.5 മണിക്കൂറുണ്ട്, ഇച്ചിരി നടക്കേണ്ടതൊക്കെ വരും. അടുത്ത വർഷം പെരുന്നാൾ കൂടാൻ ഒരു ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായി ഈ വിശുദ്ധരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ ഇറവിൻ്റെ തെരുവീതികളിലൂടെ നടക്കാനായി എല്ലാവരും കടന്നു വരിക. തീരെ ആരോഗ്യമില്ലാത്തവരാണെങ്കിൽ പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉച്ചതിരിഞ്ഞ് ഒന്നുകൂടെ വരിക. രാവിലെ പള്ളിയിൽ പോയല്ലോ, ഇനി വീട്ടിലിരിക്കാം എന്ന് ഒരു പ്രലോഭനം വേണ്ട. ഉച്ചതിരിഞ്ഞ് പെരുന്നാൾ ദിവസമാണ്, നമുക്ക് ഇനിയും ജീവിക്കാനുണ്ട്. ധൈര്യമായിട്ട് പോരുക. അവിടെ വന്നിരുന്ന് കപ്പലിൽ നമ്മൾ ഒന്ന് സ്വസ്ഥമായി ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് 2 നിയോഗങ്ങൾ. ഒന്ന്, നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും പ്രത്യേക നിയോഗം. 2, ഇടവകയുടെ നിയോഗമായ ദേവാലയ നിർമ്മാണം. ഇത് രണ്ടും കൃത്യമായി മനസ്സിൽ വെച്ച് ഈ തിരുനാൾ ദിവസം കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഒരിക്കൽ കൂടെ ഏവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഒരൊറ്റ കുർബാനയുണ്ട്. 4:30 പ്രദക്ഷിണം ആരംഭിക്കും. എല്ലാവരും ഈ തിരുനാൾ തിരുക്കർമ്മങ്ങൾ മനോഹരമാക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ബാൻഡ് പ്രദക്ഷിണം കയറിക്കഴിഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ ബാൻഡ് മേളം ആസ്വദിക്കാനായിട്ടുണ്ട്. തിരുനാൾ അതിന് ഭൗതികമായ ആഘോഷമൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വന്ന് അത് ആസ്വദിക്കുക. ഒരു കുഴപ്പമില്ല. പള്ളി കോമ്പൗണ്ടിലാണെങ്കിലും നിങ്ങൾ ധൈര്യമായി ഡാൻസൊക്കെ കളിച്ച് അടി ഉണ്ടാക്കരുത്. ഡാൻസൊക്കെ കളിച്ച് നന്നായിട്ട് ആഘോഷിക്കാനായിട്ട് ആ അവസരങ്ങൾ ചിലവാക്കുക. നമ്മൾ എല്ലാ ആഘോഷങ്ങളോടൊപ്പം പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. ഇതിനോടകം നമ്മുടെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ ബ്ലഡുകൾ കൊടുത്തു. വാർദ്ധക്യർക്ക് വയസ്സായവർക്ക് വേണ്ടി ഒരു ക്യാമ്പൊക്കെ നടത്തി. ഇനി നമ്മൾക്കുള്ളത് 3 കാര്യങ്ങളാണ്. നമ്മൾ കുറേ ഫണ്ടുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഒന്ന്, കുട്ടികളായിട്ടുള്ള എയ്ഡ്സ് രോഗികളുണ്ട്. അവരറിയാതെ തന്നെ എയ്ഡ്സ് രോഗത്തിലേക്ക് വീണപ്പെട്ട കുറേ കുട്ടികളുണ്ട്. ഗ്രേസ് ഹോം മാർക്കുണ്ടുകുളം റിസർച്ച് സെൻറ്റർ എന്ന് പറയും പെരിങ്ങണ്ടൂർ. അവർക്ക് ഒരു ഫണ്ട് നമ്മൾ ആഘോഷമായ കുർബാനയുടെ ഇടയിൽ വെച്ച് കൈമാറുന്നുണ്ട്. ഒപ്പം നിത്യരോഗികളായി കിടക്കുന്ന പീസ് ഹോമിലുള്ള അവർക്കും വേണ്ടിയും ഒരു ഫണ്ട് കൈമാറുന്നുണ്ട്. ഒപ്പം വെള്ളിയാഴ്ച ദിവസം ജൂബിലി മിഷനിലെ ഡയാലിസിസ് മുഴുവൻ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തു. അതിൻ്റെ ഫണ്ടും അടുത്ത കുർബാനയിൽ നമ്മൾ കൈമാറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ തിരുനാളോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഒപ്പം പണക്കാരായിട്ടുള്ള കുറച്ച് പേരൊക്കെ സംഭാവനകൾ തന്ന് പാവപ്പെട്ട ചില വീടുകൾക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എമൗണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വലിയ എമൗണ്ടുകൾ തന്നെ പാവപ്പെട്ട വീടുകളിൽ കൊണ്ടുകൊടുക്കാനായി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെയും കൊണ്ടുപോയി ഞാനത് ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് നമ്മൾ കാരണം വേറെ ആരെങ്കിലും സന്തോഷിക്കുമ്പോഴാണ്. ആ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ കാരണം വേറെ ആരെങ്കിലും സന്തോഷിക്കണം. ഈ തിരുനാൾ റോസാപ്പൂ തിരുനാൾ മാത്രമല്ല, കാരുണ്യത്തിൻ്റെ ഒരു തിരുനാൾ കൂടെയായി ആചരിക്കാനായിട്ട് ഏവരും ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം തൃശ്ശൂർ ടൗണിലുള്ള അനാഥശാലകളിൽ മറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഇനിയും പാത്രം കൊണ്ടുപോകാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാത്രം അച്ഛനോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സമയമുണ്ട്, പേടിക്കേണ്ട. വീട്ടിൽ പോയി ഇന്നലെ ഇന്നുമായിട്ട് അമ്മച്ചിമാർ ഒത്തിരി കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗം മാറ്റിവെച്ച് 10:30 മുമ്പ് കൊണ്ടുവരണം. ചെന്ന് ഉടനെ പാക്ക് ചെയ്ത് കൊടുത്തു വിടണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വഴിപാടുകൾ, നേർച്ചകൾ, പുഷ്പാമൃതമൊക്കെ വാങ്ങാനുള്ള സൗകര്യം കൗണ്ടറിലുണ്ട് എന്ന കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ കപ്പലപ്പള്ളിയിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ തിരുനാളിൻ്റെ ആശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ഈ വർഷം മുഴുവൻ റോസാപ്പൂക്കളുടെ അനുഗ്രഹങ്ങൾ കൊച്ചുരശ്ശി പുണ്യവതി വഴി നമുക്കുണ്ടാകട്ടെ. നമുക്ക് സമാപന പ്രാർത്ഥനകൾക്കായി എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിന്റെ ഭർത്താവ് സത്യവും പരിശുദ്ധവും ജീവിതാകവും ദേഹവുമായ ഈ രഹസ്യങ്ങളിൽ യോജിച്ചുകൊണ്ട്
നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവാം മിശിഹ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. എന്നിൽ നീ വസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധി വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയിർപ്പിക്കും. നിത്യായുസവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാ മകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ മകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴുമേ എപ്പോഴുമെന്നേക്കും.
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഇന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൂടാ.